ഹായ് ഫ്രണ്ട്സ്, എന്റെ പിടിക്കാണ്ടൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളതായിട്ടേ കാമറഡ്ഡി, അതായത് നമ്മള് ഹൈദരാബാദിന് ഉള്ള റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ആദ്യം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട കൂട്ട് വെള്ളച്ചാട്ടമല്ല, ഇത് വേറെ സംഭവമാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ സ്പോൺസർ നമ്മുടെ സെയ്ദിക്കയാണ് കേട്ടോ. സെയ്ദിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ ഊട്ടി യാത്രയൊക്കെ ഇതേപോലെ സ്പോൺസർ ചെയ്തത് സെയ്ദിക്കയും വേറൊരു ചേട്ടനും കൂടിയായിരുന്നു. എവിടെ പോവാ? ഈ ട്രിപ്പില് നമുക്ക് സെയ്ദിക്കയുണ്ട്, പിന്നെ അച്ചായനുണ്ട്, അതെ, അങ്ങനെ 2-3 പേര്. പിന്നെ ഒരാൾ നമ്മളെ സഹായിച്ച്, നമ്മുടെ നേപ്പാളിൽ നമ്മുടെ പൈസ പോയി കഴിഞ്ഞപ്പോ നമ്മളെ സഹായിച്ച ഒരു ചേട്ടനുണ്ട്, ബോബി ചേട്ടൻ. അങ്ങനെ 3-4 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ അവരെല്ലാരെയും ഓർക്കാണ് ഞങ്ങളുടെ ഈ യാത്രയില്. അതിന് സെയ്ദിക്കാനെ മാത്രമേ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ബാക്കി ആരെയും അങ്ങനെ പരിചയം ഉണ്ടാവാൻ. അച്ചായനെ ഞങ്ങള് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയത്, പക്ഷെ അത് നടന്നില്ല. പിന്നെ സെയ്ദിക്കയാണ് നമുക്ക് കഴിഞ്ഞ ഊട്ടി ട്രിപ്പിൽ ഞങ്ങൾക്ക് ഒന്ന് സ്പോൺസർ ചെയ്ത ആളായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ സെയ്ദിക്കനെ ഓർക്കാണ് ഞങ്ങളുടെ വീഡിയോയില്. ഇല്ല കുഞ്ഞാറ്റെ, ഞാന്റെ കളിയാട്ടോ. ഞാൻ ഗ്യാപ്പ് കിട്ടിയ അപ്പനും മോളും പരിപാടി ഇതാണ് കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ഗ്യാപ്പ് എവിടെയെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കണം അപ്പനും മോളും. അതുവരെ അപ്പം വണ്ടി ഓടിക്കണം, അപ്പൊ കൂടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങള് ഹൈവേയിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങളിപ്പോ കാണാൻ പോകുന്ന വാട്ടർഫോൾസിന്റെ പേര് JB വാട്ടർഫോൾസ് എന്നാണ്. അതിന് ഫുൾ ഫോം എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം JB എന്നാണ് ഇതിലൊക്കെ നെറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. JB വാട്ടർഫോൾസ് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഹൈവേന്ന് കുറച്ചും കൂടെ ഇറങ്ങിട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ പോകുമ്പോഴാണ് നമ്മുടെ വാട്ടർഫോൾസ് വരുന്നത്. ഇതിപ്പോ ഒരു ഗ്രാമത്തിൽ കൂടെയുള്ള വഴിയാന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. ഇവിടെ ഫുള്ള് പാറകളും കാര്യങ്ങളൊക്കെ. പക്ഷെ പാറയ്ക്കൊക്കെ എന്തോ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, ഇതുണ്ട് ഈ പാറേന്റെ മുഖത്തൊക്കെ ഇങ്ങനെ കണ്ടോ. പക്ഷെ ഇത് മരിച്ച ആരുടെങ്കിലും കല്ലറയാണോ ഏട്ടെ, എന്താന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ട് കുറേ എണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അവിടെ. അത് മാത്രമല്ല, ഇതുണ്ടോ ആ പാറേന്റെ മുഖത്തുണ്ടോ ഒരു പാറ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്, നല്ല ഭംഗി കാണാൻ. ഇവിടെയൊക്കെ ഫുള്ള് പാറകളാണ്. പാറകൾക്ക് ഓരോരോ ഷേപ്പൊക്കെ അല്ലേ. അങ്ങനെ ഇരിക്കുന്നതല്ലേ, പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതുണ്ടോ ഇങ്ങനെയായിട്ട് ഈ പാറ ഇരിക്കുന്നേ. ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ അപ്പുറം സൈഡ് വരെ പോയി നോക്കി, പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ അതുപോലെ ഓരോ വെറൈറ്റി പാറകളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അങ്ങോട്ടൊന്നും ഇതുണ്ട് ഇതിന്റെ ഭാഗമൊക്കെ. ഇതിന്റെ താഴ്ഭാഗങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ പോത്ത് എത്തി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിലേ കയറായിരുന്നു, പക്ഷെ അത് നടക്കില്ല കേട്ടോ. നമുക്ക് പോവാം. ഇവിടെ വണ്ടി സൈഡാക്കി കേട്ടോ. ഞങ്ങൾ തെലങ്കാനയില് ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ഫുഡ് ടേസ്റ്റ് ചെയ്യലെന്നല്ല, നമ്മുടെ നൊസ്റ്റാൾജിയെ നമ്മളൊന്ന് ഇതാക്കാണല്ലേ. ഇഡ്ഡലിയും വടയൊക്കെ അല്ലേ കഴിക്കാൻ പോണേ. ഇഡ്ഡലിയും ദോശയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. കുഞ്ഞാറ്റയ്ക്ക് എന്താ വേണ്ടത്? കുഞ്ഞാറ്റെ ഇഡ്ഡലി മതി കേട്ടോ. ഇത് കണ്ടോ നെല്ല് കണ്ടോ. എനിക്ക് കുഞ്ഞാറ്റേന്റെ ഇഡ്ഡലി വന്നു കേട്ടോ. എന്താ കുഞ്ഞാ എരിയുന്നുണ്ടോ? എന്താ കാളികള്? ഇല്ല, നാക്കില് തൊലി വേണ്ടേ. നാക്കില് തൊലി ഉണ്ടെങ്കിലല്ലേ അതൊക്കെ. ഞങ്ങൾ നാട്ടുമ്പുറത്തെ കടയിലാട്ടോ കയറിയ. എല്ലാവരും സാധനം പൂരിയൊക്കെ നല്ല ഫ്രഷാണ്. പൂരി, ദോശ, ഇഡ്ഡലി, വട, എല്ലാ സാധനവും. ഇഡ്ഡലി മാത്രം പുഴുങ്ങി വെച്ചേക്കുന്നതാണ്, ബാക്കിയെല്ലാം ഫ്രഷാട്ടോ. നമുക്ക് ഈ റൂട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ ഒന്ന് തുറന്നല്ല, ആൾക്കാരൊക്കെ കുറച്ച് വന്നോട്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എൻ്റെ പൂരി വന്നു. ഇവിടെ എങ്ങനെയാണെന്ന് കണ്ടോ, പാത്രത്തിൽ കറി ഒഴിച്ചിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ടാട്ടോ പൂരി തരുന്നത്. പൂരിക്ക് സ്പെഷ്യൽ പ്ലേറ്റ് ഇല്ല ആൻസി അല്ലേ, പൂരിക്ക് പ്ലേറ്റ് ഇല്ല. ഇനി ആൻസിക്ക് ഒരു ദോശയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആണോ? അവള് തിന്നുന്നില്ലല്ലേ. ദോശയ്ക്കും പ്ലേറ്റ് ഇല്ല കേട്ടോ, പേപ്പറിൽ തന്നെയാണ്. ഇവിടുത്തെ ഒരു ശൈലിയാണ് ഇത്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഈ ഇതിലേക്ക് നമ്മുടെ ഈ പ്രിന്റ് നമ്മുടെ ദോശയിലും പൂരിയിലൊക്കെ ആവും കേട്ടോ. അതിനുള്ളത് നല്ലതാ. ചായയുടെ എല്ലാം കഴിഞ്ഞ് കയറിട്ടോ. വയറും നിറഞ്ഞു, സമാധാനമായിട്ടൊരു ഫുഡ് കഴിച്ചു. ചെറിയ പൈസയേ ഉള്ളൂ, 95 രൂപയ്ക്ക് ഇത്രയും ഫുഡ് കിട്ടുന്ന നിങ്ങൾ സംഭവിച്ചു. എനിക്ക് 4 പൂരി തന്നു, ഒരു കറി. അതുപോലെ ആൻസിക്ക് ഒരു ദോശ, അത് മസാല ദോശയാണ്. മസാല ദോശയായിരുന്നു കേട്ടോ അത്. അതേപോലെ 2 ചായ, പിന്നെ കുഞ്ഞാറ്റയ്ക്ക് 2 ഇഡ്ഡലി, പിന്നെ കുഞ്ഞാറ്റയുടെ കയ്യിലിരിക്കുന്ന ഒരു ജ്യൂസ്, എല്ലാം കൂടി കഴിച്ചാൽ 95 രൂപ. അത് ശരിക്കും അതിശയം തോന്നി പോയി.
കാരണം നമ്മുടെ വയറും നിറഞ്ഞു. ഇത്രയും ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ തനതായ ഫുഡ് കഴിക്കാതെ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നതങ്ങ് മാറി കിട്ടി. പൈസയിലല്ല, നമ്മുടെ ഫുഡിലാണ് പ്രധാനം അല്ലേ. നമുക്ക് മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ, അതൊരു തൃപ്തിയാവും നമുക്ക് ഫുഡ്. പക്ഷെ സന്തോഷമായി. ഇനി നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോകാം. അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ ആട്ടോ പോകുന്നത്. ഇത് കണ്ടോ, നേരെ ഇവിടെ ഒരു അമ്പലമുണ്ട്, വിഷ്ണുവിൻ്റെ അമ്പലമാണ്. അതേപോലെ തന്നെ നേരെ മുമ്പിൽ കാണുമ്പോൾ ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ UP പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൻസിക്കറിയോ, അവിടെയൊക്കെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു, ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളി പൂർണ്ണമായിട്ടും അടിച്ച് തകർക്കുന്ന ഒരു വീഡിയോ. ഉൾഭാഗം ഫുള്ള് മുസ്ലിം പള്ളിയാണ്, ഉൾഭാഗം ഫുള്ള് നശിപ്പിച്ചു. മേളിലുള്ള മോസ്കും കാര്യങ്ങളെല്ലാം തകർത്തോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു. അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാവട്ടെ. കാരണം അവനവന്റെ മതത്തില് വിശ്വസിക്കുക, അവനവന്റെ ശൈലി, അതിനുള്ള അവകാശം കൊടുക്കുക. കാരണം അപ്പൊ നമ്മുടെ മതം നമുക്ക് വിശ്വാസമാണ്, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മതവിശ്വാസമാണ്. അപ്പൊ അവരവരുടെ മതത്തിൽ പോട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇത് അതിനൊരു ഉദാഹരണമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഒരു തെലുങ്കാനയിലെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി കേട്ടോ. അവരുടെ കോലം അങ്ങനത്തെ എല്ലാം ആ ഒരു കൾച്ചർ ഉള്ള ആൾക്കാരാണ്. കോലം അങ്ങനത്തെ ഒക്കെ വരയ്ക്കുന്ന ആൾക്കാരാണ്. വീടിനൊക്കെ മുറ്റത്ത് കോലം വരച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പല പല ഡിസൈനിലൊക്കെയാണ് വരച്ചേക്കുന്നത്. പിന്നെ കട ഒരു സൈഡില്, വീട് സൈഡിൽ. അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇവരുടെ വീടും കാര്യങ്ങളെല്ലാം. അത്യാവശ്യം നല്ല വീടുകളൊക്കെയാ അല്ലേ. അത്യാവശ്യം നല്ല എന്താ പറയാ, വാർക്ക വീടുകളാണ് കൂടുതലും. താഴെ തട്ടിലുള്ള വീടുകളൊക്കെ കുറവാ അല്ലേ. അത്യാവശ്യം കാശുള്ള ടീമാണ് തോന്നുന്നു വീട്ടുള്ളവരൊക്കെ അല്ലേ. നമ്മുടെ വഴി തെറ്റിയോ? ഇല്ലല്ലോ അല്ലേ. മാപ്പ് പറയുന്നു നമ്മൾ പോകും. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ നമുക്ക് വഴി തെറ്റിയോന്നൊരു സംശയം കേട്ടോ. കാരണം റോഡില്ല. അപ്പൊ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് തന്നെയാണ് വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി എന്നായിട്ട് പറഞ്ഞേ. നല്ല സുഖം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തെന്നുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത് തന്നെയാണ് വാട്ടർഫോൾസിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു വാട്ടർഫോൾസ് ആണ് താനും. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വഴിയെന്ന് അറിയില്ല കേട്ടോ. ഇനി വഴി പണിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടത് വല്ലതാണോ ഒന്നും അറിയത്തില്ല. ഞാനും ആയതുകൊണ്ട് എനിക്കൊരു പേടി ഇല്ലാത്ത കേട്ടോ. വണ്ടി നല്ല തെന്നുന്നുണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങള് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തിട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരു ചേട്ടനെ കണ്ടത്. ആ ചേട്ടൻ പറഞ്ഞ് വാട്ടർഫോൾസിൽ വെള്ളമില്ല, അതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കുവാന്ന് കേട്ടോ പറയുന്നേ. കാരണം ഞങ്ങള് മാപ്പിൽ ഇതിലെ പോന്നെ പോകുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ ചേട്ടൻ ഇവിടെ തെങ്ങ് എത്തുന്ന ആളാട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞ് കറക്റ്റ് അറിയാം. പുള്ളി പറഞ്ഞ് വെള്ളമില്ല, അപ്പൊ ജസ്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ, വെള്ളം ഇല്ലാത്തതുകൊണ്ട് അത് ക്ലോസ് ചെയ്തേക്കും. പക്ഷെ മാപ്പിലൊന്നും അത് ക്ലോസ് ആന്ന് പറയുന്ന പോലും ഇല്ല കേട്ടോ. ഓപ്പൺ ആണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ വരെയാണ് വഴിയുള്ളൂ. ക്ലോസ് വന്ന വഴി എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു 1.5 വഴിയും കൂടിയായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് വന്നു. ചെറിയൊരു ഡാം സംഭവമാണ്. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം ഇങ്ങനെ ഇവിടെ നിറഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വെള്ളം ഒഴുകും. അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ താഴെ നമുക്ക് ഒന്ന് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു സൗകര്യം കാര്യങ്ങൾ. വണ്ടി ഞാൻ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ആൻസിനെയും കൊച്ചിനെയും വണ്ടി നിറക്കുന്നില്ല കേട്ടോ. എന്തായാലും ഞാനൊന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചു. വലിയ മീനൊക്കെ ചത്തി കിടപ്പുണ്ടല്ലോ വെള്ളത്തിൽ. വെള്ളം അത്ര നീറ്റല്ല കേട്ടോ. കുരങ്ങൻ അത്ര സേഫ് സ്ഥലമൊന്നുമല്ല. പിന്നെ സ്ഥലം ഞങ്ങൾക്ക് കാണിക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കയറിയതാട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കാണിച്ചാൽ ഇവിടെയാണ് ശരിക്കും വാട്ടർഫാൾസ് എന്ന് മാപ്പിൽ കാണിക്കുന്നത്. അയ്യോ, ഇത് കണ്ടോ, ഇതിൻ്റെ മേളിൽ കൂടി കവിഞ്ഞൊഴുകാറാണ് പതിവ്. അപ്പോൾ അത്രയും വെള്ളം ഉണ്ടായിരുന്നു. അത്രയും വെള്ളം ഇപ്പോൾ ഇല്ല മാപ്പിൽ പോലും. പക്ഷേ ഓപ്പണാണ്, വാട്ടർഫാൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ശരിക്കും അബദ്ധം പറ്റിയതാട്ടോ. ഈ വാട്ടർഫാൾസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജാനകിബായി വാട്ടർഫാൾസ് എന്നാണ്. അതായത് സംഭവം ഒരു ഡാമാണ്. പക്ഷേ എന്നാലും നമ്മൾ എത്ര ഒരു 6-7 കിലോമീറ്റർ തന്നെ ഫുള്ള് ഓഫ് റോഡ് അടിച്ചാട്ടോ നമ്മളിവിടം വരെ വന്നേ. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി, കുരങ്ങൊക്കെ ഉണ്ട്, ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാപ്പ് വെച്ച് റിസ്ക് എടുത്ത് ഇതേപോലെ ഓരോ സ്ഥലത്ത് പോകും. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അതായത് ആരും കാണിക്കാത്ത സ്ഥലങ്ങളിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥകൾ വരിക. പിന്നെ പിന്നെ ഞങ്ങൾക്ക് സ്ഥലങ്ങൾ കാണാനുള്ള മൂടേ പോകും. എന്തായാലും നോക്കാം, നമുക്ക് ഒന്നിലും ഞങ്ങൾ തോക്കൊന്നുമില്ല. എന്തായാലും നമുക്ക് അടുത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നമുക്ക് നോക്കാം. ഇതാട്ടോ ഞങ്ങള് വന്ന വഴി എന്ന് പറഞ്ഞാൽ വഴി ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങള് അത്രയും ആഗ്രഹിച്ച് പോയിച്ച് വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അതാണ്
പക്ഷെ ഇതാ ഈ ചേട്ടനെ കണ്ടത്, ഈ തെങ്ങിന്റെ മേളിൽ ഒരു ചേട്ടനുണ്ട്. തെങ്ങല്ല, കരിമ്പന. ഈ ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ, ഇല്ല എന്താ അവിടെ പോകണ്ട, നിങ്ങള് കള്ളൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് കുപ്പിടുത്തിട്ട് പോയാലോ. ചേട്ടൻ മേളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ, അതിന്റെ അമ്മ കാണുന്നില്ല എന്ന് തോന്നുന്നു. ചേട്ടൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വെള്ളം ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി. സംഗതി ഇത് ഓൾറെഡി വർക്കിംഗ് ആയിരുന്നൊരു വാട്ടർഫാൾസ്, അതായത് ഡാമിന്ന് വെള്ളം മേളിൽ കൂടി കവിഞ്ഞൊഴുകുന്നായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, വീഡിയോസിന്റെ ഒക്കെ കണ്ടു ഞാൻ. നല്ല ഭംഗിയായിരുന്നു, അതുകൊണ്ടാണ് കാണണം ഒരു ആഗ്രഹം തോന്നിയത്. ഇങ്ങനെയായി തീരുമെന്ന് നമ്മൾ അറിഞ്ഞില്ല. അല്ല നമ്മളല്ലേലും എന്തെങ്കിലും ഇറങ്ങി തിരിച്ചാ എവിടെയെങ്കിലും ഒക്കെ ഫാൾട്ട് ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് പോവാം. ഇത്രയും വലിയ ഹൈറ്റുള്ള മലയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. ഇത് കണ്ടോ വണ്ടി ഇറങ്ങി വരുന്നത് കണ്ടോ. ഇത് കയറിയപ്പോൾ ഞാൻ ചേട്ടൻ തന്നെ, ചേട്ടി നമുക്ക് പോണോ, എന്താവും അവസ്ഥ. അപ്പോൾ ചേട്ടൻ ഈ കുഴപ്പമില്ലായിരിക്കടി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. തിന്നുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ടേ, കുഴപ്പമില്ല. ഇറങ്ങി കണ്ടോ, ചെളി ഉണ്ടോ വണ്ടീൻ്റെ സൈഡിലൊക്കെ, ഫുള്ള് അബദ്ധമായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വഴി ഫുള്ള് അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇതിലൂടെ വണ്ടിയും കാര്യങ്ങളെല്ലാം പോകുന്ന വഴിയാണെന്നുള്ളതാണ് മറ്റൊരു സ്ഥലത്ത് കേട്ടോ. നമ്മൾ ഈ വഴി ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും വണ്ടികളൊന്നും പോകില്ലാത്തതാണ്, പക്ഷെ വണ്ടികളൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഈ വാട്ടർഫോൾസ് ആണെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമായിരുന്നു, വീഡിയോ ഒന്നും കാണിക്കാതെ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കാണിക്കണം, കാരണം റിസ്ക് എത്രമാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ യാത്രക്ക് ഇറങ്ങിയെന്ന് ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കറിയാം. അല്ലാത്തവർ പിന്നെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുക, അവരെ ഞങ്ങളിപ്പോൾ മൈൻഡ് ആക്കാറില്ല. പക്ഷെ എങ്കിലും അവരും കൂടി ഒന്ന് കാണണം, അവർ കാണണം. ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് വരുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണിക്കണം എന്നിട്ട്. കാരണം അതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്, ഞങ്ങൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത്. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ലാത്തപ്പം ഞങ്ങൾ ഏത് വഴി കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഇത് കാണിക്കാൻ വന്നതെന്ന് നിങ്ങളെന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ് കേട്ടോ. ഈ മേളിൽ കൂടെ പോകുന്ന ഒരു റെയിൽവേ ക്രോസ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ തന്നെ കുറച്ച് നേരത്തെ ഒരു വണ്ടി പോയി, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. മാപ്പില് വഴിയൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് വേറൊരു സത്യം. മാപ്പില് ഫുള്ള് വെള്ളമായിട്ട് അവിടെ കിടക്കുന്നത് ഉണ്ടോ, ഒരു ഗുഹ പോലെ റെയിൽവേ ക്രോസിന്റെ ആണ്. എന്നാലും ഇവിടെ എന്റെ അമ്മ ഇതിന്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ ഓരോ ഗ്രാമം കഴിഞ്ഞ് കുറച്ച് കാടൊക്കെ കാണുമല്ലോ ട്രെയിനിലൊക്കെ പോകുമ്പോ. അപ്പൊ ഇതുപോലത്തെ സ്ഥലത്ത് കൂടിയൊക്കെയാണ് ട്രെയിൻ പോണേ. ഇത് ഇത്രയാണ്, ഇതിന്റെ എത്രത്തോട്ടാണ് ഫുള്ള് കുറച്ചൊരു എന്താ പറയാ ഫോറസ്റ്റ് പോലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രാമവും കാര്യങ്ങളും കൃഷിത്തോട്ടം ഗ്രാമങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പോകുമ്പോ ഇവിടെ കാട് പറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ചേട്ടനൊന്നും കാണാനല്ലോ. അല്ല ഇവിടെ തന്നെ ഇത് ഈ വെള്ളം ചാടുന്നോടത്ത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒരു ചേട്ടൻ ഒന്ന് കാട് പറിക്കുന്നത്. വണ്ടി വരയുന്നല്ല കേട്ടോ, ഇവിടെയൊക്കെ വെള്ളം ഉണക്കിയിട്ടുണ്ട്. ആ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇത് മറ്റേ നെൽപ്പാടത്തിലേക്ക് വെള്ളം ഇതാക്കുന്നല്ലേ. ചേച്ചിമാരൊക്കെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. 3 ചേച്ചിമാരുണ്ട്. തൊട്ടപ്പുറത്ത് കുറേ ചേച്ചിമാരുണ്ട്. അവരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അവരൊക്കെ അവിടെ നിന്നാണ് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ എന്തോ കൃഷി ഉണ്ടോ, കുറേ ചേച്ചിമാരുണ്ട് ഇവിടെ. ഇത് ഈ വയലിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാട്ടോ. ഇവിടെ ഈ ചില ആന്ധ്രയിലും അതേപോലെ ഇവിടെ കർണാടകയിലൊക്കെ ഇതേപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ആൾക്കാരൊക്കെ പോകുന്നതായിരിക്കും, പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റ് പോലെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തൊരു ഫീല് വരുന്നു. പക്ഷെ അവിടെ കള്ളി എത്തുന്ന ചേട്ടനെ കണ്ടപ്പോ സമാധാനം. ഇതുണ്ടോ വഴി, നല്ല വഴിയാട്ടോ. സൈഡിൽ ഫുള്ള് വയലും കാര്യങ്ങളും ആൾക്കാരൊക്കെ നിന്ന് പണിയെടുക്കുക കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരാൾ ഞങ്ങൾക്ക് കമന്റ് അടിച്ച് നിങ്ങൾ നാനോ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുപോവുകയാണോന്ന്. സത്യം പറയാലോ, ഞങ്ങൾ നാനോ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുപോവാണ്. ഇത്രയും വഴി കൂടെ ആരെങ്കിലും നാനോ ഓടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നല്ല വഴികളൊക്കെയാണ്. ഈ വഴി കൂടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഈ നാനോയ്ക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ വണ്ടി റോട്ടിൽ കയറ്റുമ്പോഴേ ഞങ്ങൾക്ക് അവാർഡ് തരണം. അത് ആ ചേട്ടന്റെ കമന്റ് ബോക്സ് എടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ചേട്ടൻ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ വീഡിയോ കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വീഡിയോ കാണുന്നുണ്ടല്ലോ, നെഗറ്റീവ് അടിക്കാനാണെങ്കിലോ. ഇതൊക്കെ എന്താ പരിപാടി? താഴെ കഴിക്കുന്നോ? അതെന്താ മരുന്ന് കലക്കുവാ? അതാണ് സംഭവം. അതിന്റെ കുപ്പീന്റെ മേളിലെ ചുമപ്പ് കളർ കണ്ടോ? മരുന്നാണ്. നമ്മള് വന്ന് കണ്ടപ്പോ പുള്ളി മെല്ലെ എടുത്തോണ്ട് പോയി. അവിടുന്ന് കലക്കി ചുമപ്പ് കളറാണ് കുപ്പീന്റെ. ഇവരൊക്കെ ഇതുപോലെ അടിക്കുന്ന മരുന്നുകളിലൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത്. ഈ മരുന്നിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അതിന്റെ മരുന്നില് ഒരു ഇങ്ങനെ ഒരു സാധനം കാണിക്കും, ഒരു ഡയമണ്ട് പോലത്തെ ഒരു സാധനം. അതില് 2 കളർ ഉണ്ടാവും, ഒരു വൈറ്റും പിന്നെ മേളില് പച്ചയാണെങ്കിൽ കുഴപ്പമില്ല. അതില് റെഡൊക്കെ കാണിക്കും. റെഡൊക്കെ കാണിച്ചാൽ അതൊന്നും ഉപയോഗിക്കാനേ പാടില്ലാത്ത മരുന്നുകളാണ്. അപ്പൊ ആ ചേട്ടൻ ഉപയോഗിച്ചത് റെഡാണ്. ഉപയോഗിക്കാൻ നന്നായിട്ട് പാടുന്ന മരുന്നുകളാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനമാണ് ആ ചേട്ടൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാരും അങ്ങനെയൊക്കെ തന്നെ കേട്ടേ.
നമ്മള് വിചാരിക്കുമ്പോ ഇവര് നമുക്ക് വേണ്ടി എല്ലാവരും എല്ലാവർക്കും വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഞങ്ങള് കേരളത്തിലേക്ക് കുറച്ച് പോത്തിനെ കയറ്റിയിടാൻ പോകട്ടോ. പോത്തെന്ന് പറഞ്ഞാൽ ചില്ലറ പോത്തൊന്നുമില്ല. എന്റെ അമ്മേ ചേട്ടായി ഇതൊക്കെ നോക്കുന്ന കാണുമ്പോ എനിക്ക് പേടിയാവും. ആൾക്കാരുണ്ടോ? ഒന്നും പേടിക്കാനില്ല. ഒന്നും പറഞ്ഞു വണ്ടിയെ തട്ടി ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് എന്താ ആൾക്കാരെ വായി മുളിച്ച് നോക്കിക്കാണ്. ചേട്ടാ ഈ വണ്ടി എടുത്തത് നിങ്ങൾ ഗ്ലാസ് ഒക്കെ ഇടിച്ച് ഒരച്ച് ഇടിച്ചങ്ങ് പോകണം. അതാ ചെയ്യണ്ടത്. നമ്മള് മര്യാദക്ക് നിർത്തി കഴിഞ്ഞാൽ സീനാണ് ഇതുങ്ങള്. തട്ടിയാ മതി, കൈ തട്ടിയാ ഗ്ലാസ് ഒക്കെ ഇങ്ങനെയാക്കിട്ടോ. എന്താ ചെയ്യാ, മര്യാദക്ക് ഒന്ന് നിർത്തി കൊടുത്തതാ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ, മനുഷ്യന്മാർക്ക് വലിയ വിലയൊന്നുമില്ല. മനുഷ്യന്മാർക്ക് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അവന്മാരൊക്കെ വന്ന് നോക്കട്ടെ, കാണിച്ചാ. ഞങ്ങള് ഫ്രൈ ഇട്ടിക്കും, ഫ്രൈ ഞങ്ങളോടാണോ കളിന്ന്. ഫ്രൈയും മപ്പാസും ഇല്ല, ഞങ്ങള് വെറുതെ അല്ലേ അവന്മാരെയൊക്കെ മപ്പാസ് അടിക്കില്ല, ഇമ്മാതിരി സ്വഭാവമല്ലേ. അങ്ങനെ ഞങ്ങള് ഹൈവേയിൽ എത്താനായിട്ടോ. ഇത്രയും കൂടെ പോയ ഹൈവേയിൽ എത്തുവേ. വെള്ളച്ചാട്ടത്തിന്റെ പൂതി മതിയായോ? മതിയല്ലേ, കുറച്ചല്ലേ. ഒരു വെള്ളച്ചാട്ടം കൂടി കാണണം. അയ്യോ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് റൂട്ടൊക്കെ ഇടിപ്പിച്ച് പോയത്. ഇപ്പൊ വെള്ളച്ചാട്ടം പോയിട്ട് വെള്ളച്ചാട്ടത്തിന് ഒരു വര പോലും കാണാൻ പറ്റില്ല. ക്ലാസ്സിൽ മൊത്തം ചെളിയായി, വണ്ടി മൊത്തം ചെളിയായി, മൊത്തം ചാണാനും ചെളിയൊക്കെ ആയി. ഇതുണ്ടോ ഒരു ലോറി സൈഡ് ആക്കിയതാന്ന് തോന്നുന്നു അല്ലേ? സൈഡ് ആക്കിയതാട്ടോ, സൈഡ് ഇറങ്ങിപ്പോയി. അയ്യോ അമ്മ, അവിടെ ഒരു കുഴിയായിരുന്നു, ആ കുഴിയിൽ വീണുപോയി. ക്രെയിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, വലിച്ചു കയറ്റാനായിരിക്കും. ഇങ്ങനെ അങ്ങനെ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാലും വലിയൊരു കുഴിയാ. അത്യാവശ്യം നല്ലൊരു കുഴിയായിരുന്നു കേട്ടോ. നമ്മളിപ്പോ ഹൈദരാബാദ് വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദ് എത്താനായില്ലേ? ഹൈദരാബാദ് എത്താനായിട്ട് നമ്മള് പക്ഷെ ഹൈദരാബാദ് ടൗണിൽ കൂടി അല്ല പോകുന്നത് അല്ലേ? നമ്മള് സൈഡ് വഴിയാണ് പോകുന്നത്. ഹൈദരാബാദ് ടൗണിലേക്ക് കയറിയ ചിലപ്പോൾ മുട്ടൻ തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് സൈഡിൽ കൂടിയാണ് വഴി വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈദരാബാദിന്റെ അടുത്ത് ഞങ്ങള് ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. അപ്പോൾ ഉണ്ട് ഞങ്ങൾ രണ്ടുപേര് കൈ കാണിക്കുന്നത്. ഇവർ രണ്ടും മലയാളികൾ, അതും വയനാട്ടുകാരാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചായയൊക്കെ എടുത്ത് വെച്ചു. പേരെങ്ങനെയായിരുന്നു? മണി, വിഷ്ണു. പുൽപ്പള്ളിയിലല്ലേ? രണ്ടുപേരും പുൽപ്പള്ളിക്കാരാട്ടോ. അപ്പം ഞങ്ങളെ കണ്ടപ്പോഴേ ചായ പോലും പറഞ്ഞില്ല. അന്നേരത്തേക്കും ചായ എടുത്തോണ്ട് വന്നത്. സമൂസയൊന്നും എടുക്കണ്ട, ഞങ്ങള് ഫുഡ് കഴിച്ചാ. ലോറിയെ കൂടുതൽ കുറവല്ലേ? ഇവിടെ ഇപ്പൊ കുറെ വർഷമായോ? 16 കൊല്ലം. പയ്യനോ 3 മാസമായിട്ടുള്ളൂ. ഞങ്ങള് പോയിട്ട് ഇങ്ങനെ നേപ്പാളൊക്കെ പോയിട്ട് വരുന്ന വഴിയാ. നാട്ടിൽ വരുമ്പോ കാണാം. എന്നാ പോട്ടെ. ആണോ? ടാറ്റ കൊടുക്ക്. പേര് പറ. ജിയ. എന്നാ പോട്ടെ. അനുഷ്യ ഡോറൊന്ന് തുറക്ക. അവരുടെ അടുത്ത് പോന്നു കേട്ടോ. ഞങ്ങളൊരു വെള്ളം മേടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. അപ്പൊ നിർത്തിയപ്പോ ലോറിക്കാരൻ ബേക്കിൽ നിന്ന് ഹോൺ അടിച്ചു. അപ്പൊ സൈഡിൽ ഫ്രണ്ടിലേക്ക് വണ്ടി എടുത്തു. അപ്പൊ അവിടെ നിന്നിട്ട് ഒരാൾ കൈ കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. എന്നെ കുറെ നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സൈഡിൽ അവിടെ നിന്ന് ഒരാൾ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടെന്ന്. ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി ചെന്നു. അപ്പൊ നാട്ടിലെവിടെയാണ്? അപ്പൊ മലയാളികൾ കേട്ടോ. അവർക്ക് ഇത്ര 2-3 കടയൊന്നും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞാറ്റിക്ക് ജ്യൂസ് വേണമെന്ന് കുഞ്ഞാറ്റി കളഞ്ഞപ്പോ ഒരു തംസ് അപ്പ് കൊടുത്തു. പിന്നെ ചായ തന്നു, ഒരു ബിസ്ക്കറ്റ് കൊടുത്തു അവൾക്ക് കേട്ടോ. അപ്പൊ അവള് വലിയ എനിക്ക് വേണ്ട, എനിക്ക് വേണം. വണ്ടിയിലേക്ക് കാലം എടുത്ത് വെച്ചില്ല. അമ്മ എനിക്ക് തന്നെ ബിസ്ക്കറ്റ് ഇങ്ങ് തരും. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല, നീയല്ലേ മേടിച്ചു, ഞാനല്ലേ മേടിച്ചു. അപ്പൊ തരത്തില്ല എന്ന് പറഞ്ഞു. നല്ല ഇത് എന്താ തംസപ്പ്, ഈ ബിസ്ക്കറ്റ്, 2 ചായ, സമൂസ 4-5 എടുത്ത് വെച്ചേട്ടോ. ചേട്ടനെ കഴിച്ചോളൂ. ഞാൻ കഴിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, വയറും എന്തൊരു ഇതുപോലെ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു കടയിൽ കയറിയിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണത്. അവർക്ക് ലാസ്റ്റ് അവർക്ക് ഒരു കച്ചവടം നമ്മൾ കാരണം ഇതാവുന്നത്. അപ്പൊ എന്തായാലും ഇത് പുള്ളി ഫ്രീ ആയിട്ട് എനിക്ക് കൊടുത്തോട്ടോ. ഇനി വേണ്ട, ഇനി ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങള് ഹൈവേയിൽ കയറിട്ടോ. ഞങ്ങൾക്ക് ആ മലയാളി ചേട്ടാ പറഞ്ഞു തന്ന വഴി കൂടെ ഞങ്ങൾ ഇങ്ങനെ കയറി പോന്ന കേട്ടോ. ഇതാണ്ടോ പൂക്കള് കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 സൈഡ് അടുക്കൽ ഇങ്ങനെ ഒരു വെള്ള കളർ പൂല്ലേ. ഇതെന്ത് പോവാ? പാലപ്പൂവാ? അല്ല
നല്ല ഭംഗിയുണ്ട് കാണാൻ നിറച്ച്. വേണ്ട, എപ്പോഴും അങ്ങനെ ഫോട്ടോ എടുക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല റോട്ടില്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഹൈവേ കയറി. പുള്ളി നമുക്ക് പറഞ്ഞു തന്ന വഴിയായതുകൊണ്ട് അല്ലേ കൊറേ കൂടി കറങ്ങേണ്ടി വന്നേ. വായിലെന്താ നമ്മുടെ നാക്കിന്റെ അടിയിൽ ഒരു കളർ ഉണ്ടാവുമല്ലോ, അത് ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാവർക്കും ഉള്ളത്, ആൻസമ്മിക്കും അപ്പായിക്കും എല്ലാവർക്കും ഉണ്ട്. പേടിക്കണ്ട കേട്ടോ, പുള്ളിക്കാരിക്ക് ഇപ്പൊ എല്ലാം പേടിയാണ്. ഇവിടെ അപ്പന് മോള് കേട്ടോ പരിപാടി. കൊറേ സമയമായി തുടങ്ങിയിട്ട്. ഞാനിവിടെ വണ്ടിയിൽ ശശിയായിട്ടിരിക്കും. ഇവർ രണ്ടിനും ഭയങ്കര കളിയാട്ടോ. എന്താ കുഞ്ഞാറ്റേ 10-15 മിനിറ്റ് ആയിട്ടോ രണ്ടുപേരും ഇവിടെ തുടങ്ങിയിട്ട്. വണ്ടി ഓടിക്കാതെ AC ഇട്ട് രണ്ടും കൂടെ കളിക്കാട്ടോ. വയറിട്ട് കൊട്ടുവാ. കിക്കിളിയാക്കുന്നത് കേട്ടോ. കിക്കിളിയാക്കട്ടെ എങ്ങനെയാണെന്ന് അറിയത്തില്ലേ. നമുക്ക് പോണ്ടേ, നമ്മൾ സമയം സമയം പോലെ. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ചെറിയ രീതിക്ക് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിട്ടോ. ഒരു സമാധാനം എന്താന്ന് വെച്ചാ നമുക്ക് രാത്രിക്കൊന്ന് കിടന്നുറങ്ങാലോ എന്നുള്ളതാണ് മഴ പെയ്യുമ്പോട്ടോ. ഇന്നലെ ഞങ്ങൾ നല്ല സുഖമായി കിടന്നുറങ്ങി. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ ഫാനൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ എനിക്കെന്തോ ഉറക്കം വന്നില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണും, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഇവർ രണ്ടും നല്ല സുഖമായിട്ട് ഉറങ്ങിട്ടോ. നല്ല മഴ പെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ചെറുതായിട്ട് ചാറ്റൽ മഴയാണ് ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യും. നമ്മുടെ നാട്ടിലേക്ക് പെരും മഴയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പം മറ്റേ കർണാടകയിൽ മണ്ണിടിഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ ഒരു ലോറി ഉണ്ട്. അതിലൊരു മലയാളിയാണ് ഉള്ളത്. എല്ലാരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പുള്ളിക്ക് വേണ്ടിയിട്ട്. പുറത്ത് എത്തുമ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു കുടുംബമുണ്ട് പുള്ളിക്ക്. എല്ലാരും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. അതെ, പക്ഷെ ഞങ്ങളുടെ വ്യൂസിൽ കുറെ ആൾക്കാർ ഞങ്ങൾ കുറ്റം പറയും. പക്ഷെ ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ ഫാമിലിക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. 4 ദിവസത്തേക്ക് വാർത്തക്കാർക്കും ചാനലുകാർക്കും ഒക്കെ ഒരു രസമായിരിക്കും. ആഘോഷിക്കാൻ ഒരു സംഭവം കിട്ടും. 4ാം പക്കം അത് തീർന്നു കഴിയുമ്പോഴും നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ വീട്ടുകാർക്കായിരിക്കാം. അപ്പൊ അവരതൊന്നും വീട്ടുകാരതൊന്നും ചിലപ്പോൾ ഒഴിവെട്ടെന്നൊന്നും മറക്കത്തില്ല. അപ്പൊ നമുക്ക് വേണ്ടി നമ്മളെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോരണമെന്ന് പറഞ്ഞ കുറെ പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ നമ്മളിത് അത് മാത്രല്ല ഇപ്പൊ നമ്മള് ചിന്തിക്കേണ്ടത് ആ ആൾക്ക് വേണ്ടി നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നേ വലിയ ലോക്കറാന്ന് തോന്നുന്നു. അത് ബേക്കില് ലോക്ക് കാണിച്ചിരിക്കുന്നത് സൈഡിലൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ചേട്ടൻ വലിയൊന്നല്ലല്ലോ പോകുന്നത്. നല്ല സ്പീഡില് നല്ല വെയിറ്റ് ഉള്ള സാധനമായിരിക്കും. പുള്ളിയാണോ ഹോൺ അടിക്കുന്നത്? കാരണം എന്താ അറിയോ, നമ്മൾ അങ്ങോട്ട് കേറാതിരിക്കാനാ. നമ്മള് കേറിയ പുള്ളിക്ക് ബ്രേക്ക് ഇടാൻ പറ്റില്ല. വലിയ വണ്ടിയല്ലേ, ഞങ്ങൾ കേറുന്നേ ഇല്ല. വലിയ വണ്ടിയല്ലേ, വലിയ ലോഡുള്ള നല്ല വെയിറ്റ് ഉണ്ട് തോന്നുന്നു. അത് നമ്മള് ഓടിക്കുന്നവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ അപകടങ്ങളൊക്കെ ഇതേപോലെ കുറഞ്ഞു. അപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കൃഷ്ണ റിവർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയായിട്ടും പക്ഷെ അങ്ങോട്ട് അത്രയും കൂടി വെള്ളമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എല്ലാ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. അത്രയ്ക്കൊന്നും വെള്ളമില്ല. പക്ഷെ എന്നാലും നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കൃഷ്ണ റിവർ പക്ഷെ വലിയ റിവറാട്ടോ. പാലം നല്ല വലിയ പാലല്ലേ, വലിയ അത്യാവശ്യം നല്ല വലിയ റിവർ ആയതുകൊണ്ട് വലിയ പാലാട്ടോ. പക്ഷെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമുണ്ടല്ലേ പോവാനായിട്ട്. കൊച്ചിന് വീഡിയോ വെച്ചു കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ തരണ്ടേ? റീൽസ് വെച്ച് തരണ്ട. കൊച്ചിന് വീഡിയോ വെച്ച് കൊടുത്താൽ ഞങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിട്ടോ.